ടീച്ചേഴ്സ് അല്ലെ എല്ലാവരുടെയും കൂടി ഒരു മീറ്റിംഗ് പോലെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ സ്വാഭാവികമായിട്ട് വീട്ടുകളിൽ നിന്ന് ചോദിക്കാറില്ലേ നിങ്ങൾക്ക് എന്താ അവിടെ പരിപാടി, ഒരു സംശയ ദൃഷ്ടിയോടുണ്ട്. അത് മാറ്റാനുള്ള ഒരു വാരം കൂടിയാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് പോലെ സ്റ്റേഷനൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ട് അവർ കൂടി ഒരു ബോധവൽക്കരണം അവർക്ക് കൂടി കിട്ടട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം എന്താണ് പ്രവർത്തന മേഖല, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഒരു തടസ്സം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ചിലവർക്ക് വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒരു പെർമിഷൻ ചോദിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നുണ പറഞ്ഞു വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ കുടുംബമായിട്ട് ഇങ്ങോട്ട് വാങ്ങി സ്റ്റേഷനിലെ എല്ലാ വാഹനങ്ങളും എല്ലാവരെയും പരിചയപ്പെടുത്തുക. അത് മുതിർന്നവരെയും കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഒരാഴ്ച മുഴുവനും നമുക്ക് ഇതേപോലെ ഇവിടെ ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നതുകൊണ്ട് നമ്മൾ നിന്ന് പറഞ്ഞ് ക്ലാസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് നിങ്ങളെ കുടുംബത്തെ കൂടി അറിയിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അയൽവാസികളോട് എല്ലാവരോടും പരിചയപ്പെടുത്താൻ, ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും അറിയാനും. ഇപ്പോൾ നിങ്ങളൊക്കെ വന്ന പോലെ തന്നെ ബാക്കിയുള്ളവരും കൂടി സിവിൽ ഡിഫൻസ് മേഖലയാണ്, അതേപോലെ തന്നെ ആപദാമിത്രയുണ്ട്, ഇപ്പോൾ സിവിൽ ഡിഫൻസ് വാരിയറായി. അപ്പോൾ അതുപോലെ